അതേപോലെ ഭൗതികമായ ഒരു കാഴ്ചപ്പാട് പുതിയ കാലത്തേക്കുള്ള മതപണ്ഡിതന്മാർക്ക് ഉണ്ടാകണം എന്ന ഒരു കാഴ്ചപ്പാടും ഉസ്താദുകൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ സമൂഹത്തോടുള്ള ഇടപഴക്കം, തായുഷ്, അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് അല്ലെങ്കിൽ ഘടകമാണ് ഈ ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടി നടത്തിയിരുന്ന ദർസ്. നേവും തുറപ്പൊന്നും അറിയില്ല, അവർ മീസാനും ദഞ്ചാനൊന്നും പഠിച്ചിട്ടില്ല, നേവം അറിയില്ല. അങ്ങനെയാണെങ്കിലും ഒരു കിതാബ് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മതപഠനം എന്നൊരു സംവിധാനം, അതിൽ ഈ ചെറുപ്പക്കാരൊക്കെ വളരെ താല്പര്യവും ആകൃഷ്ടരുമായിരുന്നു. ഒരു മുദരീസും അങ്ങനെ ആ കാലത്ത് ചെയ്തിരുന്നതായി നമ്മളറിവിലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ കാഴ്ചപ്പാടുകൾ, സംവിധാനങ്ങളൊക്കെ ഉസ്താദ് അവറുകൾ ദർസിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലൂടെ പ്രയോഗവൽക്കപ്പെടാൻ വേണ്ടി സംവിധാനിച്ചിരുന്നു, അതിൽ താല്പര്യം കാണിച്ചിരുന്നു. അങ്ങനെയൊക്കെയാണ് ദാറുൽ ഹുദയുടെ മുൻപിലും ഉസ്താദുണ്ടായി, വളവന്നൂർ ബാഫിഖിയത്തിങ്ങാൻ്റെ സ്ഥാപനത്തിൻ്റെ മുന്നിലും ഉസ്താദുണ്ടായി. അതുപോലെയുള്ള മറ്റ് ആനുകാലിക സംഭവങ്ങളുടെ മുമ്പിലൊക്കെ ഉസ്താദിൻ്റെ സാന്നിധ്യം നമുക്ക് ദൃശ്യമാവുന്നത് ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് ഉസ്താദിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്.